ഹായ് ഗൈസ്, നമുക്ക് വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും നമ്മുടെ പറമ്പിലെ കുറച്ച് നിങ്ങൾ കാണാത്ത കുറച്ച് ഐറ്റംസ് ഒക്കെ കണ്ടാലോ? വായോ. ഇതാണ് ഏലക്ക. കാണുന്നുണ്ടോ നിങ്ങൾ? ഇത് നമ്മുടെ വീട്ടില് തണുപ്പുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇടാറൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ഏലക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. നോക്കിക്കോളൂ, ഉണ്ടോ? ഉണ്ടോ നമ്മുടെ ഏലക്ക? നിങ്ങള് പച്ചയേലക്ക കണ്ടിട്ടുണ്ടോ? കടയിൽ നിന്നൊക്കെ മേടിക്കുന്നല്ലേ കണ്ടിട്ടുണ്ടോ? ഓക്കെ. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കൊക്കയാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൊക്കോ? ഇതിൽ നിന്ന് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് കൊക്കോയിൽ നിന്നാണ്. നമുക്ക് അത്യാവശ്യം നല്ല വരുമാനം കൊക്കോയിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കൊക്കോ നമ്മൾ ഓൾറെഡി പറിച്ചു വെച്ചതാണ്. പൊട്ടിച്ച് കാണിക്കാവേ. ഇതൊക്കെ തിന്നാൻ നല്ല രസമാണ്. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്നു. ഇപ്പൊ ഒത്തിരി കണ്ടോ? അയ്യോ, കുഞ്ഞു തിന്നണ്ട. ഇഷ്ടമായോ? അങ്ങനെയുണ്ട്. കൊക്കോ നേരിട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എടുത്തു. അങ്ങനെ കപ്പളങ്ങയല്ലേ കൊക്കോ? ഓക്കെ. പിന്നെ കാണിക്കാൻ പോകുന്നത് കമ്പിളി നാരങ്ങയാണേ. നമ്മുടേത് അത് ഒരു വൈറ്റ് കളറുള്ള കമ്പിളി നാരങ്ങയാണ്. നല്ല മധുരമാണ് ഗൈസ്. കണ്ടോ? മേലേക്കാണ് ഉള്ളത്. ഓക്കെ, ഒക്കെ കണ്ടാലോ? പൈനാപ്പിള്. ഇതമ്മ പൊതിഞ്ഞ് വെച്ചേക്കുന്നതാണേ. ഇത് പഴുക്കാനായിട്ടുണ്ട്. പൊതിഞ്ഞ് വെച്ചേക്കാം. അപ്പൊ കാക്കയൊക്കെ കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞ് വെച്ചേക്കുന്നതാണേ. പല നിറത്തിലും പല രീതിയിലുള്ള കൊക്കയുണ്ട്. ഇതൊരു വേറെ ടൈപ്പിലുള്ള കൊക്കയാണ്. ഇത് കണ്ടോ? ചീര. നമ്മുടെ വീട്ടിലെ അമ്മ നട്ടു വളർത്തിയ ചീരയാണ്. വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം എല്ലാം നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് കാപ്പി മരം. ഇത് പൂക്കുന്ന സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പൂക്കുന്ന സമയത്തൊക്കെ നല്ല സ്മെല്ലാണ്. നല്ല വെള്ള കളറാണ് പൂവിന്. ഇപ്പം അത് പൂത്തൊക്കെ കഴിഞ്ഞു. നല്ല രസം. നമുക്ക് ആവശ്യമുള്ള കാപ്പിക്കുരു എല്ലാം കിട്ടാറുണ്ട് കേട്ടോ ഇതെല്ലാം. പിന്നെ ഇതാ എല്ലാവർക്കും അറിയാവുന്ന പോലെ ചക്ക. പറമ്പ് നിറയെ ചക്ക ഉണ്ട് കേട്ടോ. ഉണ്ടോ? ആവുന്നേ ഉള്ളൂ. ഈ പ്ലാവിലാവുന്നേ ഉള്ളൂ. വേറെ സ്ഥലത്തൊക്കെ ഉണ്ട്. ഈ ചെടി എന്താണെന്ന് മനസ്സിലായി? ഇതാണ് മുറൂട്ടി എന്നാണ് പറയുന്നത്. ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഇത് പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി, വേഗം ഉണങ്ങി കിട്ടും. കാന്താരി. ഇതാ വെള്ള കളറുള്ള കാന്താരി. പിന്നെ ഇതാ പച്ച കളറുള്ള കാന്താരി. വെറൈറ്റീസ് ഓഫ് കാന്താരി ഉണ്ട്. ഹായ്, ഇത് നോക്കൂ. ഇതാണ് ഉണ്ടച്ചക്ക എന്നാണ് ഞങ്ങൾ പറയുന്നത്. നോക്കൂ, ഇതിൻ്റെ ഷേപ്പ് തന്നെ ഉരുണ്ടിരിക്കുന്നല്ലേ. അപ്പോൾ ഉണ്ടച്ചക്ക എന്ന് പറയാം. നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ ഇതൊക്കെ ചെറുതായിരുന്നു. അപ്പോൾ ഇത് പൊങ്ങി 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 അങ്ങ് വരെ എത്തി. നമുക്ക് ഏണി വെച്ച് വേണം ചക്ക പറിക്കണമെങ്കിൽ. നമ്മുടെ വീട്ടിലെ മീനുകളാണ്. മീനുകളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഒന്നും കാണുന്നില്ല. ചോറിട്ട് കൊടുക്കും, ചക്ക ഇട്ട് കൊടുക്കും.
അവിടെ ആരാണല്ലോ കുസുമി കുസുമി